രാക്ഷസൻ 4. ഏതാണ്ട് 11:30 രാമനും ജഗനും വീട്ടിൽ നിന്ന് പുറപ്പെട്ടു. ജഗന്റെ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന കൂട്ടുകാരന്റെ വീട്ടിലേക്കാണ് അവരാദ്യം പോയത്. കുറച്ചുനേരം അവിടെ ഇരുന്നതിന് ശേഷം ഏതാണ്ട് 12:30 അടുപ്പിച്ച് അവർ സ്കൂളിൽ എത്തി. ലക്ഷ്മിയുടെ അടുത്ത കൂട്ടുകാരിയാണ് നന്ദന. അവരുടെ വീടിനടുത്താണ് നന്ദനയുടെ വീട്. അവളൊരു വായാടിയാണ്. വാ അടയ്ക്കുന്ന പരിപാടിയേയില്ല. അതുകൊണ്ട് തന്നെ ലച്ചു നല്ലൊരു ശ്രോതാവാണ് അവൾക്ക്. മറുപടിയൊന്നും പറയാതെ താൻ പറയുന്നതെല്ലാം ശ്രദ്ധിച്ചു കേൾക്കുന്ന ലച്ചുവിനെ അവൾക്ക് വലിയ ഇഷ്ടമാണ്. രണ്ടുപേരും ഒരുമിച്ച് പുറത്തേക്കെത്തിയപ്പോഴാണ് അവരെയും കാത്തു നിൽക്കുന്ന രാമനെയും ജഗനെയും കണ്ടത്. രാമനെ കണ്ടപ്പോൾ സന്തോഷം തോന്നിയെങ്കിലും കൂടെ നിൽക്കുന്ന ജഗനെ കണ്ടതും ലച്ചുവിന്റെ മുഖത്ത് ഭയം നിറയാൻ തുടങ്ങി. പരീക്ഷ എങ്ങനെയുണ്ടായിരുന്നു മോളെ? രാമൻ ലച്ചുവിനോട് ചോദിച്ചു. അമ്മയുടെ മരണത്തിൽ അവൾ ആകെ തകർന്നിരുന്നു. എങ്കിലും നല്ലതുപോലെ പഠിക്കുന്ന കുട്ടിയായതുകൊണ്ട് പഠിച്ചു വെച്ച കാര്യങ്ങളെല്ലാം ഓർമ്മയിൽ നിന്നെടുത്ത് അവൾ എഴുതുമെന്ന് രാമന് അറിയാമായിരുന്നു. മറുപടി പറയാതെ അവൾ രാമനെ നോക്കി പുഞ്ചിരിച്ചു. അത് കണ്ടപ്പോൾ തന്നെ രാമന് മനസ്സിലായി അവൾ നല്ലതുപോലെ പരീക്ഷ എഴുതിയിട്ടുണ്ട് എന്ന്. അതെന്തൊരു ചോദ്യമാ രാമൻ സാറേ, അതും ലച്ചുവിനോട്. ഇന്ന് വരെ ഏതെങ്കിലും ഒരു പരീക്ഷയ്ക്ക് എൻ്റെ ലച്ചുവിന് മാർക്ക് കുറഞ്ഞിട്ടുണ്ടോ? അതാണ് എൻ്റെ ലച്ചു. അല്ല, അത് പിന്നെ അങ്ങനെയല്ലേ വരൂ. ആരാ ലച്ചുവിൻ്റെ കൂട്ടുകാരി? ഈ നന്ദനയല്ലേ? അവൾ വാതോരാതെ രാമനോട് സംസാരിച്ചു കൊണ്ടിരുന്നു. രാമൻ സാറിന്റെ ഉള്ളിലെ വിഷമമെല്ലാം നന്ദനയ്ക്കറിയാം. അതിൽ നിന്നെല്ലാം കുറച്ചു നേരത്തേക്കെങ്കിലും സാറിനെ ഒന്ന് മാറ്റി നിർത്താനാണ് അവൾ ശ്രമിക്കുന്നത്. എന്നാൽ നന്ദനയുടെ സംസാരം കേട്ട് ജഗന് ദേഷ്യം വന്നു. ഇത്രയും ദിവസമായിട്ട് ലച്ചുവിന്റെ ശബ്ദം അവൻ കേട്ടിട്ടില്ല. കാറിൽ വെച്ച് അവളോട് എന്തെങ്കിലും ഒന്ന് ചോദിക്കാമെന്ന് കരുതിയതാണ്. പക്ഷേ ഈ കുട്ടിപ്പിശാച് വാവ് നടച്ചിട്ട് വേണ്ടേ? പിന്നീടാണ് നന്ദന ജഗനെ ശ്രദ്ധിച്ചത്. നന്ദന ജഗനെ നോക്കുന്നത് കണ്ട് രാമൻ അവളോട് പറഞ്ഞു, മോളെ, ഇത് ദേവകിയുടെ ചേട്ടന്റെ മകനാണ് ജഗൻ. ഇന്നത്തെ ചടങ്ങിന് പങ്കെടുക്കാൻ വന്നതാണ്. നന്ദന പുറകിലിരുന്നു കൊണ്ട് ജഗനെ ഒന്ന് നോക്കി. കൊള്ളാം, അവൾ മനസ്സിൽ പറഞ്ഞു. അവൾ അവനെ തന്നെ ശ്രദ്ധിക്കാൻ തുടങ്ങിയപ്പോഴാണ് മിറർ അഡ്ജസ്റ്റ് ചെയ്തു വെച്ച് അവൻ ലച്ചുവിനെ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നത് നന്ദന കണ്ടത്. ഇങ്ങനെ ആള് കൊള്ളാമല്ലോ. വന്നപ്പോൾ തന്നെ എൻ്റെ ലച്ചുവിനെ നോട്ടമിട്ടേക്കുവാണോ? പൊന്നു മോനെ, ആ വെള്ളം അങ്ങ് വാങ്ങി വെച്ചേരെ. എൻ്റെ ലച്ചുവിന് നല്ല ഒരാളെ ഞാനും എൻ്റെ ശംഖുവും കൂടി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അവൾ മനസ്സിലോർത്തുകൊണ്ട് ജഗനെ ഒന്ന് നോക്കി. അപ്പോഴും അവൻ മിററിൽ കൂടി ലച്ചുവിനെ നോക്കുകയാണ്. നന്ദന പെട്ടെന്ന് ലച്ചുവിനെ നോക്കി. എന്നാൽ അവളാകെ അസ്വസ്ഥയായി ഇരിക്കുന്നത് കണ്ടപ്പോൾ നന്ദനയ്ക്ക് ജഗനോട് ദേഷ്യം തോന്നി. വീടെത്തിയതും നന്ദനയും ലച്ചുവും കാറിൽ നിന്നിറങ്ങി. ലച്ചു നന്ദനയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് അവളെ നോക്കി. ലച്ചുവിന്റെ മുഖത്തെന്തോ വിഷമം ഉണ്ട് നന്ദനയ്ക്ക് തോന്നിയതും അവൾ ലച്ചുവിന്റെ കൈ പിടിച്ചുകൊണ്ട് മനക്കിലേക്ക് കയറി. രാമൻ സാറേ, എൻ്റെ വീട്ടിലേക്ക് ഒന്ന് വിളിച്ചു പറഞ്ഞേക്ക്, ഞാൻ മനക്കിലുണ്ടെന്ന്. വൈകിട്ട് അങ്ങ് പോയേക്കാം. നന്ദന പറഞ്ഞത് കേട്ടതും രാമൻ അവളുടെ വീട്ടിലേക്ക് വിളിച്ച് കാര്യം പറഞ്ഞു. നന്ദനയുടെ കൈയും പിടിച്ച് ലച്ചു അകത്തേക്ക് വരുന്നത് നോക്കി സുഭദ്ര ഇരിക്കുകയായിരുന്നു. എല്ലാവരും ഹാളിലുണ്ട്. സുഭദ്ര ലച്ചുവിനെയും ഹാളിൽ പിടിച്ചിരുത്തി. നന്ദനയും അവൾക്കൊപ്പം ഇരുന്നു. അപ്പോഴേക്കും ജഗനും അങ്ങോട്ടേക്ക് ചെന്നു. തൻ്റെ അമ്മയുടെ അരികിലായി സോഫയിൽ ഇരിക്കുന്ന ലച്ചുവിനെ കണ്ടതും അവൻ അവരുടെ തൊട്ടടുത്തുള്ള സോഫയിൽ ചെന്നിരുന്നു കൊണ്ട് അവരെ നോക്കാൻ തുടങ്ങി. ലച്ചുവിനാകെ അസ്വസ്ഥത തോന്നി. അമ്മായി, എനിക്ക് തലവേദനിക്കുന്നു. ഞാൻ പോയി കിടന്നോട്ടെ? അവൾ പതിഞ്ഞ ശബ്ദത്തിൽ സുഭദ്രയോട് ചോദിച്ചു. അവളുടെ ശബ്ദം അവൻ്റെ കാതുകളിൽ ചെന്നു. മോളതിന് വന്നിട്ടൊന്നും കഴിച്ചില്ലല്ലോ, വിശക്കുന്നില്ലേ? സുഭദ്ര അവളോട് ചോദിച്ചു. അത് സാരമില്ല ആൻറ്റി, അവൾ പറഞ്ഞു. അവൾക്ക് തലവേദന വന്നാൽ കുറച്ചു നേരം കിടക്കണം. ഞങ്ങൾക്കുള്ള ആഹാരം രാധചേച്ചി റൂമിലേക്ക് കൊണ്ടുവന്ന് തന്നോളും. പെട്ടെന്ന് തന്നെ നന്ദന സുഭദ്രയ്ക്കുള്ള മറുപടി പറഞ്ഞുകൊണ്ട് ലച്ചുവിന്റെ കൈയും പിടിച്ച് മുറിയിലേക്ക് പോയി. ജഗൻ ആകെ ദേഷ്യം വന്നു. പെണ്ണിനെ കാണാനേ കിട്ടാറില്ല. മുറിക്കുള്ളിൽ അടച്ചിരിപ്പാണ്. കുറച്ചു നേരമെങ്കിലും ഹാളിൽ എല്ലാവർക്കും ഒപ്പം ഇരിക്കുമെന്ന് കരുതിയതാണ്. അത്ര നേരമെങ്കിലും അവളെ ഒന്ന് കാണാമല്ലോ എന്നോർത്തതാണ്. അവന് ദേഷ്യം വന്നു. പെട്ടെന്ന് തന്നെ എഴുന്നേറ്റ് മുറ്റത്തേക്ക് പോയി. മുറിയിൽ ചെന്നതും ലച്ചു വേഗം കട്ടിലിൽ കയറി കിടന്നു. നന്ദനയും അവൾക്കൊപ്പം ചെന്ന് കിടന്നു. നന്ദന ലച്ചുവിന്റെ മുഖത്തേക്ക് നോക്കി. അടഞ്ഞ കൺപീലികൾക്കിടയിലൂടെ ഒഴുകുന്ന കണ്ണുനീർ കണ്ടപ്പോൾ തന്നെ അവൾ കരയുന്നു എന്ന് നന്ദനയ്ക്ക് മനസ്സിലായി. അവൾ ലച്ചുവിനെ ചേർത്ത് പിടിച്ചു. അമ്മയുടെ വിയോഗത്തിൽ നിന്ന് പതിയെ കരകയറാൻ ശ്രമിക്കുന്ന അവളെ നന്ദന തന്നിലേക്ക് ചേർത്തു. തന്നെ നന്ദന പുണർന്നു എന്നറിഞ്ഞതും ലച്ചുവും അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ആ നെഞ്ചിൽ തലചേർത്ത് പൊട്ടിക്കരഞ്ഞു. എൻ്റെ അമ്മ പോയി നന്ദു, ഒരിക്കലും മടങ്ങി വരാതെ എന്നെ തനിച്ചാക്കി. എനിക്ക് പേടിയാവുന്നു, എനിക്ക് വല്ലാതെ പേടിയാകുന്നടി. ലച്ചുവിൻ്റെ ഉള്ളിൽ അമ്മയുടെ വിയോഗത്തിന്റെ സങ്കടം മാത്രമല്ല, മറ്റെന്തോ ഭയം കൂടി തട്ടിയിട്ടുണ്ട് എന്ന് നന്ദനയ്ക്ക് മനസ്സിലായി. നന്ദൻ അവളോട് കാര്യങ്ങൾ കൂടുതൽ ചോദിച്ചു മനസ്സിലാക്കി. ആദ്യമൊന്നും ലച്ചു ഒന്നും പറയാൻ കൂട്ടാക്കിയില്ല.
പക്ഷെ നന്ദൻ ഒരുപാട് നിർബന്ധിച്ചപ്പോൾ ജഗന്റെ തന്റെ നേരെയുള്ള പെരുമാറ്റവും അവന്റെ നോട്ടവുമെല്ലാം തന്നെ വല്ലാതെ ഭയപ്പെടുത്തിയെന്ന് അവൾ തുറന്നു പറഞ്ഞു. എന്റെ പൊന്നു ലച്ചു, നീ ഇങ്ങനെ പേടിക്കാതെ. അവർ നിന്റെ അമ്മയുടെ മരണത്തിന്റെ ചടങ്ങിൽ പങ്കെടുക്കാൻ വന്നതല്ലേ? അത് കഴിയുമ്പോൾ അവരങ്ങ് പോകും. അവരാരും തന്നെ ഇങ്ങോട്ട് വരാറില്ലല്ലോ, പിന്നെന്തിനാ ഈ പേടിക്കുന്നത്? ഇനി അഥവാ വന്നാൽ തന്നെ നിന്നെ അങ്ങനെ പെട്ടെന്ന് അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? നിന്റെ രാമച്ചനില്ലേ ഇവിടെ? ഞാനില്ലേ? എന്റെ ശങ്കു ഇല്ലേ? ഞങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ നിന്നെ ആരും ഒന്നും ചെയ്യില്ല. അവൾ ലച്ചുവിനെ ആശ്വസിപ്പിച്ചു. പക്ഷേ അവർ അറിഞ്ഞില്ല അവൾ ആ രാക്ഷസന്റെ കോട്ടയ്ക്കകത്ത് അകപ്പെട്ടു കഴിഞ്ഞു എന്ന്. ആർക്കും അവളെ രക്ഷിക്കാൻ പെട്ടെന്ന് കഴിയില്ല എന്ന്. നന്ദനയുടെ വാക്കുകൾ കേട്ടപ്പോൾ ലച്ചുവിന് ആശ്വാസം തോന്നി. തന്റെ അച്ഛനും നന്ദുവും ഒക്കെ ഉള്ളപ്പോൾ തന്നെ ആരും ഒന്നും ചെയ്യില്ല എന്നൊരു തോന്നൽ അവളെ പൊതിഞ്ഞു. അതവൾക്ക് ആശ്വാസം നൽകി. എനിക്ക് വിശക്കുന്നു ലച്ചു. ചോദ്യപേപ്പർ കയ്യിൽ കിട്ടിയപ്പോൾ തുടങ്ങിയ വിശപ്പാണ്. വിശപ്പ് കാരണം പരീക്ഷ പോലും നല്ലപോലെ എഴുതാൻ പറ്റിയിട്ടില്ല. എന്നിട്ട് വീട്ടിൽ കയറിയപ്പോൾ തന്നെ നീ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ചാലൊന്നും വിശപ്പ് പോവില്ല. എനിക്ക് കനത്തിൽ എന്തെങ്കിലും ഉള്ളിലേക്ക് പോയാലേ പറ്റൂ. നന്ദനയുടെ പറച്ചിൽ കേട്ട് ലച്ചുവിന്റെ ചുണ്ടിൽ ഒരു കുഞ്ഞു പുഞ്ചിരി വിടർന്നു. എന്തൊരു പിശുക്കാടി പെണ്ണെ നിനക്ക്! അവളുടെ ചിരി കണ്ടില്ലേ? മൈക്രോസ്കോപ്പ് വെച്ച് നോക്കിയാലേ മനസ്സിലാകൂ ചിരിക്കുകയാണ് എന്ന്. ഞാനൊക്കെ ഒന്ന് ചിരിച്ചാൽ അപ്പുറത്തെ പറമ്പിൽ നിൽക്കുന്ന ചേട്ടൻ വരെ അറിയും ഞാൻ ചിരിക്കുകയാണെന്ന്. അതുപോട്ടെ, ചിരിക്കിപ്പോൾ ഇവിടെ പ്രസക്തിയില്ല. എനിക്ക് വിശക്കുന്നു, എനിക്ക് വിശക്കുന്നു, നന്ദന പറഞ്ഞുകൊണ്ടേയിരുന്നു. മക്കളെ, വാതിൽ തുറന്നേ! രാധചേച്ചിയുടെ ശബ്ദം. നന്ദന പാഞ്ഞു ചെന്ന് കതക് തുറന്നു. കൈകളിൽ രണ്ടുപേർക്കുമുള്ള ആഹാരവുമായി നിൽക്കുന്ന ചേച്ചിയെ കണ്ടപ്പോൾ അവളുടെ കണ്ണുകൾ വിടർന്നു. അവൾ പെട്ടെന്ന് തന്നെ രാധചേച്ചിയുടെ കയ്യിൽ നിന്നും അവൾക്കുള്ള പ്ലേറ്റ് മേടിച്ചു. വേഗം അതുമായി ചെന്ന് ലച്ചുവിന്റെ അടുത്തിരുന്ന് വാരി തിന്നാൻ തുടങ്ങി. അത് കണ്ട് ചിരിയോടെ രാധ ലച്ചുവിന്റെ അടുത്തെത്തി. ലച്ചു രാധചേച്ചിയുടെ കയ്യിൽ നിന്ന് ആഹാരം മേടിച്ച് പതിയെ തിന്നാൻ തുടങ്ങി. ലച്ചുമോള് നന്ദുകുഞ്ഞ് കഴിക്കുന്നത് കണ്ടോ? അതുപോലെ വേണം പെൺകുട്ടികൾ കഴിക്കാനായിട്ട്. അല്ലാതെ നുള്ളിപ്പെറുക്കി ഇങ്ങനെ കഴിച്ചാലൊന്നും ദേഹത്ത് പിടിക്കില്ല. രാധചേച്ചിയുടെ പറച്ചിൽ കേട്ട് നന്ദുവിന്റെ മുഖം പൂ പോലെ വിരിഞ്ഞു. എന്റെ ചേച്ചി, ചേച്ചിയാണ് മുത്ത്. എല്ലാവരും എന്നോട് ലച്ചുവിനെ കണ്ടുപിടിക്ക്, ലച്ചുവിനെ കണ്ടുപിടിക്ക് എന്നാണ് പറയുന്നത്. പക്ഷെ ശരിക്കും നേരെ തിരിച്ചാണ് വേണ്ടതല്ലേ? നന്ദുവിന്റെ പറച്ചിൽ കേട്ട് രാധചേച്ചിക്ക് ചിരി വന്നു. അവർ ചിരിയോടെ ലച്ചുവിനെ നോക്കി. പക്ഷെ ലച്ചുവിനെ കണ്ടതും രാധയുടെ മുഖത്തെ ചിരി മാഞ്ഞു. പാത്രത്തിൽ കൈയിട്ട് ആഹാരം കഴിക്കാതെ മുഖം കുനിച്ച് മിണ്ടാതിരിക്കുന്ന ലച്ചു. അവളുടെ കണ്ണുകളിൽ ഭയം. പെട്ടെന്ന് തന്നെ രാധയുടെ നോട്ടം വാതിലിനടുത്തേക്ക് ചെന്നു. ലച്ചുവിനെ തന്നെ നോക്കി വാതിലിനടുത്ത് നിൽക്കുന്ന ജഗൻ. എന്താ കുഞ്ഞെ, എന്താ കുഞ്ഞിന് വേണ്ടത്? രാധ ജഗനോട് ചോദിച്ചു. അപ്പോഴാണ് നന്ദുവും അവനെ കണ്ടത്. രാധയുടെ ചോദ്യത്തിന് മറുപടി നൽകാതെ അവൻ വാതിൽ കടന്ന് മുറിയിൽ കയറി. അവൻ നേരെ ലച്ചുവിന്റെ അടുത്തേക്ക് നടക്കുന്നത് കണ്ട് കയ്യിലുള്ള പ്ലേറ്റുമായി നന്ദു ഓടിച്ചെന്ന് അവൾക്ക് മുന്നിൽ കയറി നിന്നു. എന്താ ചേട്ടാ? അവളുടെ ചോദ്യം. അത് കേട്ടതും ജഗന് ദേഷ്യം വന്നു. എങ്കിലും തന്റെ ദേഷ്യം നിയന്ത്രിച്ച് അവൻ നന്ദനയെ മറികടന്ന് ലച്ചുവിന്റെ അടുത്ത് ഇരിക്കാൻ തുടങ്ങിയതും കയ്യിലിരുന്ന പ്ലേറ്റുമായി ലച്ചു ചാടി എഴുന്നേറ്റു. തന്റെ അരികിൽ നിന്ന് എഴുന്നേറ്റ് മാറാൻ തുടങ്ങിയവളുടെ കയ്യിൽ പിടിച്ചതും അവളുടെ കയ്യിൽ നിന്ന് ആഹാരത്തിന്റെ പാത്രം താഴെ വീണു. ലച്ചുവിന്റെ കയ്യിലെ പിടി ജഗൻ അയച്ചു. ജഗന്റെ പ്രവൃത്തി കണ്ട് നന്ദനയ്ക്ക് ദേഷ്യം വന്നു. എന്ത് പണിയാണ് നിങ്ങൾ ഈ കാണിച്ചത്? ദേഷ്യത്തിൽ ചോദിച്ചുകൊണ്ട് അവൾ ജഗന്റെ അടുത്തെത്തി. പേടിച്ചു വിറച്ചു നിൽക്കുന്ന ലച്ചുവിനെ അവൾ ചേർത്തു പിടിച്ചു. രാധയും ആകെ ഞെട്ടി. നന്ദനയുടെ ചോദ്യം കേട്ടതും ജഗന്റെ മുഖം ദേഷ്യം കൊണ്ട് ചുമന്നു. നിലത്ത് വീണ് കിടക്കുന്ന ചോറും പാത്രവും എല്ലാം കൂടി കണ്ടപ്പോൾ അവന്റെ ദേഷ്യം കൂടി. ചൂണ്ടുവിരൽ ചുണ്ടിന്റെ മുകളിൽ എടുത്തു വെച്ചുകൊണ്ട് അവൻ മിണ്ടരുത് എന്ന് നന്ദനയോട് കാണിച്ചു. തന്റെ മുന്നിൽ പേടിച്ചു വിറച്ചു നിൽക്കുന്ന ലച്ചുവിനെ നോക്കിക്കൊണ്ട് അവൻ പതിയെ എഴുന്നേറ്റു. ഞാൻ ആരാണെന്ന് നിനക്കറിയാമോ? അവൻ ലച്ചുവിന്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. അവനെ നോക്കാതെ പേടിച്ച് നിൽക്കുകയാണ് അവൾ ഇപ്പോഴും. നിന്റെ മുറച്ചെറുക്കനാണ്. നീ എൻ്റെ മുറപ്പെണ്ണ്. നിന്നെ കണ്ടപ്പോഴേ എനിക്ക് വല്ലാതെ അങ്ങ് ഇഷ്ടപ്പെട്ടു. എനിക്ക് ഭാര്യയായിട്ട് നിന്നെ മതിയെന്ന് ഞാൻ തീരുമാനിച്ചു. 18 വയസ്സാകുന്നത് വരെ ഞാൻ കാത്തിരിക്കാം. അത് കഴിയുമ്പോൾ നിന്റെ അച്ഛനോട് വന്ന് പെണ്ണ് ചോദിക്കും. നിന്റെ അച്ഛൻ സമ്മതിക്കും, നീയും സമ്മതിക്കും. അവൻ പറയുന്നത് കേട്ട് ഒരു പകപ്പോടെ അവൾ അവനെ നോക്കി. എന്താ, സമ്മതിക്കില്ലേ? അവന്റെ ചോദ്യം. അവൾ പതിയെ ഇല്ല എന്ന മട്ടിൽ തലയനക്കി. അത് കണ്ടതും ക്രൂരമായ ഒരു ചിരി അവന്റെ മുഖത്തുണ്ടായി. ആരെയും ഭയപ്പെടുത്തുന്ന ചിരി. അവളെ നോക്കി ചിരിച്ചുകൊണ്ട് അവൻ പുറത്തേക്കിറങ്ങി. തുടരും.